തൊഴിലാളികളെ പിരിച്ചുവിടും മുമ്പ് പ്രകടനം മെച്ചപ്പെടുത്താൻ 6 മാസം നൽകണം. ഒമാൻ തൊഴിലാളി ഫെഡറേഷൻ വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചു. സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 8% വർധന. തോഫാറിലെ ഇളനീർ കടകളിൽ പരിശോധന ശക്തം. മസ്കത്തിൽ 225 കിലോയിലധികം ക്രിസ്റ്റൽ മെത്ത് ഹെറോയിൻ പിടിച്ചെടുത്തു. 2 പ്രവാസികൾ അറസ്റ്റിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ജീവനക്കാരന്റെ കാര്യക്ഷമതാ കുറവ് മാത്രം കാരണമായി കാണിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുതെന്നും തൊഴിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സമയം ജീവനക്കാർക്ക് നൽകണമെന്നും ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു. ജീവനക്കാരന്റെ പ്രകടനത്തിലെ പോരായ്മകൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അത് മെച്ചപ്പെടുത്താനായി ആവശ്യമായ സമയം നൽകുകയും ചെയ്യാതെ പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടക്കരുതെന്ന് ഫെഡറേഷൻ പുറത്തിറക്കിയ ബോധവൽക്കരണ കുറിപ്പിൽ നിർദ്ദേശിച്ചു. ഒരു കമ്പനിയിലെ തൊഴിലാളികൾക്ക് ലഭിച്ച നോട്ടീസിന്റെ പശ്ചാത്തലത്തിലാണ് ഫെഡറേഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജീവനക്കാരുടെ പ്രകടനം കമ്പനി ഉദ്ദേശിച്ച തലത്തിലെത്തിയില്ലെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു കമ്പനി തൊഴിലാളികൾക്ക് നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഈ വർഷത്തെ വേനൽക്കാല യാത്രാ സീസണിൽ സലാല വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെയും എണ്ണത്തിൽ വർധന. ഒമാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2026 ജൂൺ 21 മുതൽ ജൂലൈ 31 വരെ സലാല വിമാനത്താവളത്തിൽ 1,54,529 യാത്രക്കാരാണ് എത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 8% വർധനവാണിത്. ഇക്കാലയളവിൽ വിമാനത്താവളത്തിലൂടെയുള്ള വിമാന സർവീസുകളുടെ എണ്ണവും ഉയർന്നു. 1758 വിമാന സർവീസുകളാണ് ഈ വർഷം സലാല വിമാനത്താവളത്തിലെത്തിയത്. 2025 ഇതേ കാലയളവിൽ ഇത് 1637 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിമാന സർവീസുകളുടെ എണ്ണത്തിൽ ഏകദേശം 7% വർധനവാണ് രേഖപ്പെടുത്തിയത്. വേനൽക്കാലത്ത് ഖരീഫ് സീസണിനോടനുബന്ധിച്ച് സലാലിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ദോഫാർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ ജനറൽ ഡയറക്ടറേറ്റ് ഇളനീർ കടകളിൽ പരിശോധന ശക്തമാക്കി. ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 11 വരെ 110 പരിശോധനകളാണ് അധികൃതർ നടത്തിയത്. വിപണികളിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നടത്തുന്ന ഫീൽഡ് പരിശോധനകളുടെ ഭാഗമായാണിത്. ചട്ടങ്ങളും നിബന്ധനകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനകളുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സുരക്ഷിതമായ ഉപഭോക്തൃ അന്തരീക്ഷം ഉറപ്പാക്കാനും സാധിക്കും. സീബിൽ 225 കിലോഗ്രാമിലധികം ക്രിസ്റ്റൽ മെത്താഫെറ്റമിൻ, മരിജുവാന, ഹെറോയിൻ എന്നിവ കൈവശം വെച്ചതിന് 2 ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപയോഗത്തിനും ലഹരിമരുന്ന് കടത്തുക എന്ന ലക്ഷ്യത്തോടെ മയക്കുമരുന്ന് കൈവശം വെച്ചതിനുമാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. റോയൽ ഒമാൻ പോലീസിന്റെ മയക്കുമരുന്ന് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾക്കെതിരായ ജനറൽ ഡയറക്ടറേറ്റ് ആണ് ഇവരെയും പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ROP അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.